ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. റഷ്യൻ ശൈത്യകാലം റഷ്യയ്ക്ക് ഒരു കാവലാളാണ്. റഷ്യൻ ശൈത്യകാലം റഷ്യയ്ക്ക് നേടിക്കൊടുത്ത ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പ്രകൃതിയുടെ വെല്ലുവിളിയും അതിജീവനത്തിൻ്റെ ചരിത്രവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത്. റഷ്യൻ ശൈത്യകാലത്തെക്കുറിച്ച്, അവ റഷ്യയ്ക്ക് നേടിക്കൊടുത്ത ഗുണങ്ങളെക്കുറിച്ച്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം. ലോകത്തിലെ ഏറ്റവും ഭീകരവും കഠിനവുമായ കാലാവസ്ഥ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് നമ്മുടെ റഷ്യൻ ശൈത്യകാലം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന റഷ്യയുടെ വിശാലമായ ഭൂപ്രദേശങ്ങളുണ്ട്. ഈ സമുദ്രത്തിൽ നിന്നൊക്കെ ഏറെ അകലെയായതിനാൽ സമുദ്രവായുവിൻ്റെ ഗുണഫലങ്ങളൊന്നും ലഭിക്കാത്തവയാണ്. ഈ സൈബീരിയൻ മേഖലകളിൽ നിന്നെത്തുന്ന അതിശക്തമായ തണുത്ത കാറ്റ് ഈ താപനിലയെ പലപ്പോഴും -50 ഡിഗ്രിയിലേക്ക് വരെ എത്തിക്കും. 50 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്തുമാത്രം പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ശ്വസിക്കുമ്പോൾ പോലും വായു മരവിച്ചു പോകുന്ന അവസ്ഥ. അതാണ് റഷ്യയിലെ ജനങ്ങൾക്ക് ശൈത്യകാലം വെറുമൊരു കാലാവസ്ഥയല്ല. ഇപ്പം നമ്മൾ ടൂറ് പോകാനായിട്ട്, ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ ഇപ്പോൾ ടൂറ് പോകാൻ ആഗ്രഹിക്കും റഷ്യയിലൊക്കെ, അതുപോലെ മഞ്ഞത്ത് കളിക്കാനും ഒക്കെ ആഗ്രഹിക്കും. നമുക്കങ്ങനെ തോന്നും, ഈ മഞ്ഞിൽ ജീവിക്കുന്നവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര നല്ല കാലാവസ്ഥയാണ്, എല്ലാ ദിവസവും മഞ്ഞിൽ കളിക്കാം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതൊരു സർവൈവലാണ്. അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു AI വീഡിയോസ് ഇങ്ങനെ ഒരു ട്രെൻഡിങ് കണ്ടിരുന്നു. അതായത് കേരളം മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുക, റോഡിലൊക്കെ ഐസ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്നാലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് ഒരു വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, ജസ്റ്റ് ഒന്ന് മഞ്ഞിൽ കളിക്കണം, അതൊക്കെ ഒരു 2 ദിവസം കൊണ്ട് തീരും. പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്കതൊരു ഭാരമായി തോന്നും. അപ്പോൾ ഈ ശ്വസിക്കുമ്പോൾ പോലും വായു മരവിച്ചു പോകുന്ന അവസ്ഥ, അത് റഷ്യയിലെ ജനങ്ങൾക്ക് ശൈത്യകാലം എന്ന് പറയുന്നത് വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് അതൊരു എന്താ പറയുക, നിരന്തരമായൊരു പോരാട്ടമാണ്, അതിജീവനമാണ്. റഷ്യയുടെ ചരിത്രത്തെയും യുദ്ധങ്ങളെയും മാറ്റിമറിക്കുന്നതിൽ ഈ മഞ്ഞുകാലം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകം കണ്ട പല മഹാന്മാരായ പല യുദ്ധവീരന്മാരും റഷ്യൻ ശൈത്യത്തിന് മുന്നിലെ മുട്ടുമടക്കിയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ചരിത്രമാണ്. ജനറൽ ഫ്രോസ്റ്റ് എന്ന പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന ഈ ശൈത്യം റഷ്യയുടെ ഏറ്റവും വലിയ കാവൽക്കാരനായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് റഷ്യയുടെ ഒരു കാവലാളും കൂടിയാണ് ഈ ഒരു ശൈത്യകാലം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1812 6 ലക്ഷത്തോളം സൈനികരുമായിട്ട് റഷ്യ പിടിച്ചടക്കാൻ വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്. നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ഈ മദ്യകുപ്പിയിലല്ലാതെ ഉള്ള നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബോണപ്പാർട്ട്. 1812 6 ലക്ഷത്തോളം സൈനികരുമായിട്ട് റഷ്യ പിടിച്ചടക്കാൻ വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പതനം ഈ ഒരു ശൈത്യകാലം റഷ്യയുടെ കാവലാളാണ് എന്ന് പറഞ്ഞതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ റഷ്യൻ സൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം പിന്നോട്ട് മാറുകയാണ് ഉണ്ടായത്. അതായത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടും 6 ലക്ഷത്തോളം വരുന്ന സൈനികരും വരുമ്പോൾ റഷ്യൻ സൈന്യം മുന്നോട്ട് പോയിട്ട് ആക്രമിക്കുന്നതിന് പകരം അവർ പിന്നോട്ടായാണ് ചെയ്തത്. ഇവരെ പിന്നോട്ട് പോകുന്ന വഴിയിലൂടെയൊക്കെയുള്ള സകല ഭക്ഷണ ശേഖരണങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിച്ചു. സ്കോച്ച്ഡ് എർത്ത് എന്ന തന്ത്രമാണ് അവിടെ പയറ്റിയത്. അതെന്താണ് തന്ത്രം എന്നുള്ളത് നമുക്ക് വഴി പറയാം. അതായത് ഈ മോസ്കോ നഗരം പിടിച്ചെടുത്തെങ്കിലും വിജനമായ നഗരത്തിൽ ഭക്ഷണവും പാർപ്പിടവും ഇല്ലാതെ ഫ്രഞ്ച് സൈന്യം വലഞ്ഞു. അതായത് ഇവർ പോകുന്ന വഴിക്കുള്ള ഈ ഭക്ഷണം കിട്ടാവുന്ന ശേഖരണങ്ങളും ഒക്കെ ഈ പാർപ്പിടവും ഒക്കെ ഇവർ പോകുന്ന വഴിക്ക് തീയിട്ട് കത്തിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മടക്കയാത്രയിൽ ഈ ഫ്രഞ്ച് സൈന്യം
ഈ നെപ്പോളിയൻ ബോണോപാർട്ടിൻ്റെ സൈന്യം ഇവർ വിജയിച്ചിട്ട് മടങ്ങാണ്. അപ്പോൾ ഈ മടക്കയാത്രയിൽ വിജനമായ നഗരത്തിൽ ഭക്ഷണവുമില്ല, പാർപ്പിടവുമില്ല. ഫ്രഞ്ച് സൈന്യം ഇങ്ങനെ വലയാണ്. അതിഭീകരമായ ശൈത്യം ആരംഭിക്കുകയാണ്. നെപ്പോളിയൻ്റെ സൈന്യം തകർന്നു തുടങ്ങി. കഠിനമായ മഞ്ഞുവീഴ്ചയിലും ഭക്ഷണവും പാർപ്പിടവുമില്ലാതെ ലക്ഷക്കണക്കിന് സൈനികർ മരവിച്ചു മരിച്ചു. അവസാനം വെറും 100,000-ൽ താഴെ സൈനികർ മാത്രമാണ് ജീവനോടെ അന്നവിടുന്ന് മടങ്ങിപ്പോയത്. ഈ തോൽവി നെപ്പോളിയൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമിട്ടു. അവർക്ക് അവിടുന്ന് വിജയിക്കാനായില്ല, അവർ തോറ്റു. ഏകദേശം യുദ്ധം ജയിച്ച് പിൻവാങ്ങുന്ന ആ വേളയിലാണ് ഇവരെ വീണ്ടും തോൽപ്പിക്കുന്നത് റഷ്യ. ഇതേപോലെ തന്നെ ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ 2ാം ലോക മഹായുദ്ധകാലത്ത് അഡോൾഫ് ഹിറ്റ്ലറിനും സംഭവിച്ചത്. ഹിറ്റ്ലറുടെ ജർമ്മൻ സൈന്യത്തെയും കാത്തിരുന്നത് ഇതേ വിധി തന്നെയാണ്. 1941 ഓപ്പറേഷൻ ബർബറോസയുടെ ഭാഗമായിട്ട് ജർമ്മൻ സൈന്യം മോസ്കോയുടെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഈ ചരിത്രരേഖകളൊക്കെ പ്രകാരം ജർമ്മൻ സൈന്യത്തിൻ്റെ മുൻനിര വിഭാഗങ്ങൾ മോസ്കോ നഗരത്തിൻ്റെ വെറും 14 കിലോമീറ്റർ അകലെയുള്ള കിംകി എന്ന് പറഞ്ഞ പ്രദേശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് ഈ ബൈനോക്കുലറിൽ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോസ്കോയിലുള്ള ക്രെംലിൻ കൊട്ടാരത്തിൻ്റെ സ്വർണ്ണകൂടാരങ്ങളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവർ ഈ റേഡിയോ സന്ദേശം വഴി അത് അയച്ചു കൊടുക്കുകയാണ്. ഞങ്ങളിതാ ഇവിടെ എത്തി, ഞങ്ങൾക്ക് ഇവിടെ കൊട്ടാരത്തിലെ ആ സംഭവങ്ങളൊക്കെ കാണാം, ഞങ്ങൾ ഇപ്പോൾ അടുത്ത സമയം തന്നെ ഞങ്ങളത് പിടിച്ചെടുക്കാൻ പോവുകയാണ്, മോസ്കോ നഗരം പിടിച്ചെടുക്കാൻ പോവുകയാണ്. അത് ആവേശത്തോടെയാണ് അവർ ആ റേഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം താപനില -40 ഡിഗ്രിയിലേക്ക് ഒറ്റടിക്ക് താഴെയാണ് ഉണ്ടായത്. കഠിനമായ മഞ്ഞുകാലത്തിന് തയ്യാറെടുക്കാതെ വേനൽക്കാല വസ്ത്രങ്ങളുമായി എത്തിയ ജർമ്മൻ സൈനികർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനായില്ല. ഈ ടാങ്കുകളിലെ ഇന്ധനമൊക്കെ കട്ട പിടിക്കുകയും യന്ത്രത്തോക്കുകൾ പ്രവർത്തിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. റഷ്യൻ സൈന്യം ശൈത്യത്തെ തങ്ങളുടെ ഒരു ആയുധമാക്കി മാറ്റാൻ പ്രത്യേകമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം കാണിച്ചു. റഷ്യൻ സൈന്യം തണുപ്പിനെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സൈബീരിയൻ ഡിവിഷനുകൾ, മഞ്ഞിലൂടെ വേഗത്തിൽ നീങ്ങാൻ കഴിയുന്ന സ്കീം മറ്റൊക്കെ ഉപയോഗിച്ച് ജർമ്മൻ സൈന്യത്തെ അപ്രതീക്ഷിതമായിട്ട് ആ സമയത്ത് തന്നെ ആക്രമിച്ചു. റഷ്യൻ പീരങ്കികളും വിമാനങ്ങളും അവിടുത്തെ കഠിനമായ തണുപ്പിലും പ്രവർത്തിക്കാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് മനോഹരമായൊരു ജീവിതശൈലി റഷ്യക്കാരെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഈ കമ്പിളി വസ്ത്രങ്ങളും ഈ വാലങ്കി എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ബൂട്ട്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ തണുപ്പിനെ പ്രതിരോധിക്കും. ബന്യ എന്നറിയപ്പെടുന്ന പരമ്പരാഗത നീരാവിക്കുളിയുണ്ട് ഈ റഷ്യക്കാർക്ക്. അതൊരു പ്രത്യേകതരം കുളിയാണ്. പിന്നെ ഐസ് സ്കേറ്റിങ്ങും ഇത് രണ്ടും റഷ്യൻ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. റഷ്യക്കാർക്ക് മഞ്ഞുകാലം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരവസരം കൂടിയാണ്. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയോടെ നിർത്തുകയാണ്. ഇതിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.